ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്കായിട്ട് കുറച്ച് ബാച്ചുകൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുന്ന ബാച്ചുകളുണ്ട്. ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ മിസ്സായി പോയി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയാലും കുഴപ്പമില്ല. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക, നേരെ ആപ്പിൽ പോയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന കുറച്ച് ദിവസത്തെ ലൈവ് സെഷൻസ് ഓൾറെഡി അവിടെ റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് എന്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ബാച്ച് എന്ന് പറയുന്നത്. CBT 1ഉം CBT 2ഉം അതുപോലെ തന്നെ CBIT എന്ന് പറയുന്ന സൈക്കോമെട്രിക് ടെസ്റ്റ് ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വെറും 3,999 മാത്രമാണ് ഇതിന്റെ ഒരു ഫീസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇനി ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ബാച്ചാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ബാച്ച് എന്ന് പറയുന്നത്. ഇത് റെയിൽവേ പോലീസ് ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പർച്ചേസ് ദിസ് ബാച്ച്. എത്രയാണ് വരുന്നത്? 2,999 മാത്രമാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് May 15-നാണ് RPFന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബാച്ച് ആണെന്ന് പറയുന്നത് CGL SSC CGL 2024ന്റെ CGL ഓഫീസേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇതെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ May 27-നാണ് നമ്മൾ ഇതിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വെറും 5,999 മാത്രമാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സ്, CBI, IB, നാർക്കോട്ടിക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കൊരു ജോലി വേണം അല്ലെങ്കിൽ ഒരു ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബാച്ച് പർച്ചേസ് ചെയ്യണം. ഓക്കെ അല്ലേ? വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂള്, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ 3 ബാച്ചിലും വരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇതിലെല്ലാം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ഈ നമ്പറിലേക്ക്, അതായത് 9955100800 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക്, ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പൈ എന്നുള്ള ഒരു ടേമിനെ. പൈ എന്നുള്ള ടേമിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലർക്കും അറിയാം. 2 ലൈൻ, അതിന്റെ മുകളിൽ ഒരു ക്രോസ് ആയിട്ട് ഒരു ടോപ്പിൽ ഒരു ലൈൻ വരച്ച് അത് പൈ എന്നുള്ള ഒരു ടേമിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 3.14. അല്ലെങ്കിൽ എന്താണ്, കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 22/7 എന്നും എടുക്കാറുണ്ട്. പക്ഷേ ഈ സർക്കിൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഈ സർക്കംഫറൻസും, അതായത് സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി തൊട്ട് പൈയുടെ ആവശ്യം ഇല്ല. അല്ലെങ്കിൽ പൈ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏരിയയും സർക്കംഫറൻസും ഒക്കെ നമ്മൾ പെന്ന് പോലും എടുക്കാതെ, പൈനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിതൊരു സർക്കിൾ ആണെന്ന് അറിയാം. ഈ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ വരച്ചിട്ടുണ്ട്. എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ലൈനാണ് റേഡിയസ് എന്ന് പറയുന്നത്. ആ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും ഡയാമീറ്റർ എന്നുള്ളത് നമുക്കറിയാം. അറിയാലോ? ഡയാമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും. സർക്കംഫറൻസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ചുറ്റളവാണ്. അല്ലെങ്കിൽ സർക്കിളിന്റെ എന്താണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ എടുത്തിട്ടുണ്ട്? സർക്കംഫറൻസ് C എന്ന് പറയുന്ന ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2πr ആണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 2πr എഴുതുകയാണെങ്കിൽ 2 ഇൻറ്റു പൈ നമ്മളിവിടെ എന്തെടുത്തു? 22/7 എടുത്തു ഇൻറ്റു റേഡിയസ്. നമുക്കിവിടെ എന്താ ചെയ്യേണ്ട? പൈ എന്നുള്ള ടേമിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ട. ദാറ്റ് മീൻസ് 22/7 എന്നുള്ള ടേമിനെ നമുക്ക് മാറ്റണം. 22/7 എന്ന് എഴുതിയാൽ മാത്രമാണ് നമുക്ക് അവിടെ പൈ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 22/7 മാറ്റാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് 22നെ കളയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 7നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഞാനിവിടെ എടുക്കുന്നത് 7നെ എലിമിനേറ്റ് ചെയ്യാൻ പോവാം. അതായത് ഡിനോമിനേറ്റർ 7നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ 7ന്റെ ഒരു മൾട്ടിപ്പിൾ വന്നാൽ പോരെ. അപ്പോൾ ഞാനിവിടെ എന്താണ് 6 എന്ന് പറയുന്ന റേഡിയസിനെ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വിചാരിച്ചാൽ, 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വിചാരിച്ചാൽ എന്താവും? ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 7ഉം ന്യൂമറേറ്ററിലെ റേഡിയസിന്റെ കൂടെയുള്ള റേഡിയസ് 7k, അതായത് 7ന്റെ ഒരു മൾട്ടിപ്പിൾ, അതിലെ 7ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും ഇല്ലേ? ആണല്ലോ. എന്നിട്ട് എന്ത് വരും? സർക്കംഫറൻസ് എന്തായിരിക്കും? സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 22 എന്താ വരും? 44 ഇൻറ്റു k ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ റേഡിയസ് എന്തെടുത്ത്? നമ്മൾ റേഡിയസ് 7k എടുത്താൽ സർക്കംഫറൻസ് എന്ത് വന്നു? 44k വന്നില്ലേ? ക്ലിയർ അല്ലേ? ഇതിൽ പൈ ഉണ്ടോ? പൈ ഇല്ല. പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് പൈനെ കാണാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? പിന്നെന്താ ഇപ്പൊ ഏരിയ വരിക?
ഏരിയ നമുക്കറിയാം. എന്താ ഏരിയ എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ നമ്മൾ എടുത്തു, ഏരിയ സിഗൾ ടു പൈ ആർ സ്ക്വയർ. ഈ പൈയുടെ വാല്യൂ എന്താ? നമ്മൾ എടുത്തു 22/7 ആണ്. ആർ എന്താ? റേഡിയസ് നമ്മൾ എടുത്തിട്ടുണ്ട് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് 7k ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ 7k ഇൻറ്റു 7k ആയിരിക്കും അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ്? ഈ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലെ 7ഉം ന്യൂമറേറ്ററിലെ 7ഉം ക്യാൻസൽ ചെയ്ത് പോയി. എന്നിട്ട് എന്ത് വരും? 22 ഇൻറ്റു കെ ഇൻറ്റു 7 ഇൻറ്റു കെ. ദാറ്റ് മീൻസ് വാട്ട്? എന്താ പറയുക? അതിനെന്താ പറയുക? 22 ഇൻറ്റു 7 എന്താ? 22 ഇൻറ്റു 7 എന്ന് പറയുന്നത് 154 അല്ലേ? 154 കെ സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് 154 കെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി? ഏരിയ ഇസ് ഈക്വൽ ടു 154 കെ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഇതാണ് മൈൻഡിൽ വെക്കേണ്ടത്. ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 7k ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 44k ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് 154 കെ സ്ക്വയർ ആയിരിക്കും. മൈൻഡിൽ വെക്കേണ്ട 3 ടേംസ് എന്ന് പറയുന്നത് 7k, 44k, 154 കെ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് 7k, അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തു. എന്തെടുത്തു? 3.5 എടുക്കുകയാണ്. ഈ 3.5 എന്ന് പറയുന്നത് എന്താ? 3.5 എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? 7ന്റെ ഹാഫ് ആണ് അല്ലെ? 7ന്റെ ഹാഫ് ആണെന്ന് നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 7 ഇൻറ്റു 0.5 ആണ്. 7 ഇൻറ്റു 5 എന്ന് പറയുന്നത് 35 ആ. ഇവിടെ 3.5 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 ഇൻറ്റു 0.5 ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റേഡിയസ് എന്ന് പറയുന്നത് 7k ആണ്. അതായത് റേഡിയസ് എന്ന് പറയുന്നത് 7 ഇൻറ്റു 1/2 ആണ്. 7ന്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി 7/2 ആണ്. ഇവിടെ k എന്താ? ഇവിടെ k എന്ന് പറയുന്നത് എന്താ? k കിട്ടിയില്ലേ? k എന്താ വരുന്നത്? k എന്ന് പറയുന്നത് 1/2 ആണ്. ക്ലിയർ ആണല്ലോ? കിട്ടിയല്ലോ? അപ്പൊ സർക്കംഫറൻസ് പറഞ്ഞേ 44 ഇൻറ്റു കെ. കെ എന്ന് പറയുന്നത് 1/2 കിട്ടിയില്ലേ? 44 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് എന്താ? 44ന്റെ ഹാഫ് അല്ലേ? ദാറ്റ് ഈസ് എക്സാക്ട്ലി 44 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് 22 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഏരിയ? ഏരിയ എന്ന് പറയുന്നത് 154 കെ സ്ക്വയർ അല്ലേ? അപ്പൊ 154 ഇൻറ്റു കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? കെ എന്ന് പറയുമ്പോൾ 1/2 ആണെങ്കിൽ കെ സ്ക്വയർ എന്ന് പറയുന്നത് 1/4. ദാറ്റ് ഈസ് വാട്ട്? 154 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. ഈ 154 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എന്താ? 154ന്റെ പകുതി, അതിന്റെയും പകുതിയാണ് എന്തെന്ന് പറയുന്നത്? 154 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 154ന്റെ ഹാഫ് എന്താ? ദാറ്റ് ഈസ് എക്സാക്ട്ലി 77. 77ന്റെ ഹാഫ് എന്താ? ദാറ്റ് ഈസ് 38.5 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താ? നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത് 7k ആണ് റേഡിയസ് എന്നുണ്ടെങ്കിൽ 44k ആയിരിക്കും സർക്കംഫറൻസ്, 154 കെ സ്ക്വയർ ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. 3 ടേംസ് നിങ്ങൾ മൈൻഡിൽ വെക്ക്. 7k, 44k, 154 കെ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് പൈയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പെൻ എടുക്കാതെ പറയും. എന്ത്? സർക്കിളിന്റെ സർക്കംഫറൻസും ഏരിയയും. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ? റേഡിയസ് തന്നാൽ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? So this is all about today's session and thank you. All the best.